ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. പണികളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മേൽപ്പാലത്തിൻ്റെ വർക്കുകൾ മൊത്തം പൊടിപടലുമാണ് റോഡ് മൊത്തം. ഇതുണ്ട റോഡിൻ്റെ തൂണുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഈ റോഡിൻ്റെ തൂണുകൾ കമ്പി കെട്ടുന്നത് റോഡ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ റോഡിൽ കൂടി എവിടെ പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുറത്തുനിന്ന് ഒരാൾ വരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. അങ്ങനെയാണ് ഇവിടുത്തെ ഈ റോഡ് പണി നടന്നതിന് ശേഷമുള്ള സ്ഥലത്തിൻ്റെ കിടപ്പ്. കഴക്കൂട്ടത്ത് വന്നിരിക്കുകയാണ്. കഴക്കൂട്ടത്ത് നമ്മളിവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. വേറൊരു ആവശ്യമുണ്ട്, അങ്ങനെ ഇവിടെ വന്നതാണ്. അപ്പോൾ ആ വന്ന കൂടത്താണ് നമ്മൾ ഈ വീഡിയോ, ഇവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഈ റോഡ് പണിയൊക്കെ നടക്കുന്ന നമ്മുടെ ഈ കഴക്കൂട്ടം റോഡ് പണി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ സൈഡൊക്കെയാണ് കമ്പി കെട്ടി അങ്ങനെ നിർത്തിയിരിക്കുന്നേ ഉള്ളൂ. ആ സൈഡിലൊക്കെ മണ്ണിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മേൽപ്പാലത്തിൻ്റെ കമ്പികളൊക്കെ കെട്ടി ആ വർക്കുകൾ തൂണുകൾ ഇങ്ങനെയൊക്കെ നിർത്തി പണികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മുടെ കഴക്കൂട്ടം ഭാഗത്ത് പുറത്തോട്ട്. ഇത് കൊല്ലം പോകുന്ന റോഡാണ്. ഉള്ള കട നമ്മളിപ്പോൾ ലൈം ജ്യൂസും ഓരോ കടിയും കഴിച്ച് എല്ലാം മൈനുകളും പണകളാണ്. ഇത് കഴക്കൂട്ടം കാര്യവട്ടം പോകുന്ന റോഡാണ്. രാത്രി കൊണ്ടുവന്നതാണ് ഭാഗത്തുള്ള കാര്യവട്ടം പോകാൻ വേണ്ടിയിട്ടുള്ള റോഡിലേക്ക് തിരിയുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മുടെ വൈദ്യുതി ഒരു 10 രൂപ പുള്ളിക്ക് കണ്ണ സുഖമല്ലെന്ന് പറഞ്ഞിട്ട് ചോദിച്ച് ചായ കുടിക്കാൻ എന്തെങ്കിലും തരാമെന്ന് പറയാം. അപ്പോൾ അങ്ങനെ കൊടുത്തു. കാര്യവട്ടം പോകുന്ന റോഡിലേക്ക് കാഴ്ചകളാണ്. നമ്മുടെ കഴക്കൂട്ടം സൈഡിലെ മേൽപ്പാലത്തിൻ്റെ അടിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടികൾ പോകുന്നത് നല്ല രസമുണ്ട്. വണ്ടികൾ പോകുന്ന വലിയ തിരക്കുമില്ല, ഒന്നുമില്ല. നല്ല ഇതായിട്ടാണ് വണ്ടികൾ പോകുന്നത്. കാറ് ഭയങ്കര റേസിങ് പോയി, കാറ് ചേറിപ്പാഞ്ഞു പോയി. ആ റോഡിൻ്റെ മേൽപ്പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള കാഴ്ചകളാണ് അത് കാണുന്നത്. നല്ല പച്ചപ്പും നല്ല വീടുകൾ, നല്ല മനോഹരമായ വീടുകൾ ഇരിപ്പുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. വണ്ടികൾ പണി പോകണം. ആ തെങ്ങിൽ നിറച്ച തേങ്ങയാണ് അതിനകത്ത്. നിറച്ച തേങ്ങ ഇരിപ്പുണ്ട്.
മരിച്ചിന് ചിപ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു പരീക്ഷണം നോക്കാം. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്കും പരുവെന്ന് അറിഞ്ഞില്ല, ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്ക് ആയിട്ടുണ്ട്, എടുക്കാം. ശരി, എങ്ങനെ ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ സാമ്പിൾ നോക്കാൻ വേണ്ടി. ഇതെടുക്കാറായിട്ടുണ്ട്. ശകല മുളക് പൊടി, ശകല ഉപ്പ്, പൊടിയും ഉപ്പും കൂടി നമ്മൾ മിക്സ് ആക്കി വെച്ചിരിക്കുന്നത്. ആ പൊടി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിപ്സിൽ ഈ മുളക് പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമുക്കിത് കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാമേ. മിക്സ് ആക്കിയിട്ട് കാണാം. നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പും ഒക്കെ ഇട്ട് നല്ലതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം. വേണ്ട, നല്ല ഇത് പൊടിപൊടന്ന് പൊട്ടണുണ്ട്. ഇന്ന് നമ്മൾ മരിച്ചിനി എന്ന് പറയുന്ന കപ്പ അരിഞ്ഞത് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അത് ഇതാ കണ്ടാ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ നല്ല ചെറുതായിട്ടൊന്ന് കരിഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. കരിഞ്ഞെന്ന് പറയാൻ പറ്റൂല, നല്ല മൊരുമൊരുന്നിരിക്കുന്ന സാധനം. കൊള്ളാം, അടിപൊളി സാധനമാണ്. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. കൊള്ളാം സാധനം. ചായക്ക് 2 കരണ്ടി തേയിലപ്പൊടി ഇട്ട് ചായ ഇടാം. കേക്ക് നല്ല പാൽ ചായ, ചായയും ദിൽഖുഷും പിന്നെ പപ്പടം പൊരിച്ചതും. ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, നല്ല മരിച്ചിനി വെറ്റലും കൂടി ഉണ്ട്. ഇന്നത്തെ ചായ എന്ന് പറയുമ്പോഴത്തേ മരിച്ചിനി വെറ്റല്, പപ്പടം പൊരിച്ചത്, മുളക് പപ്പടം, ദിൽഖുഷ്, ചായ.
4 മണി പലഹാരം.